ഖത്തർ കാണാൻ വന്ന രാധികയ്ക്കും സായുജിനും ഒരു പുതിയ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് കത്തൈഫാൻ ഐലൻഡിലേക്ക് പോവാണ്. അവിടുത്തെ പ്രീമിയം റിക്സോസ് ഹോട്ടലിൽ ഒരു സ്റ്റേക്കേഷനും പിന്നെ അവിടുത്തെ വാട്ടർ തീം പാർക്കിൽ ഒരു അറുമാദം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ചെന്ന് കയറിയ ഉടനെ ഹോട്ടലിന്റെ പ്രതിനിധികളൊക്കെ വന്നു ഞങ്ങളെ വാമായിട്ട് വെൽക്കം ചെയ്തു. അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഈ പാണ്ടിപ്പടാന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ പാണ്ഡിതുരയാണ് എന്റെ ആൾക്കാരാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് കത്തൈഫാൻ ഐലൻഡ്. അപ്പൊ തുടങ്ങാം അല്ലേ? സായുജിന്റെ റൂം ഫാൻസി നമ്പർ ആണല്ലോ 227. അങ്ങനെ ഞങ്ങൾ കത്തൈഫാനിലെ റിക്സോസ് ഹോട്ടലിലെ ഒരു പ്രീമിയം റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളുടെ ടേബിളിൽ ഒരുപാട് സംഗതികൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇവര് ഇതൊക്കെ പ്രിന്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. വെൽക്കം മിസ്റ്റർ സൂരജ് വേളത്ത് വീട്ടിൽ ആൻഡ് ഫാമിലി. മിസ്റ്റർ വീട്ടിൽ ഫാമിലി അച്ഛനും അമ്മയും നല്ല പേരൊക്കെ ഇട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ നിന്നുള്ളതാണ് എന്നെ എയർപോർട്ടിലൊക്കെ വിളിക്കാം. മിസ്റ്റർ വീട്ടിൽ മിസ്റ്റർ വീട്ടിൽ സായിന് അങ്ങനെ തന്നെയാണ്. വീട്ടിൽ വീട്ടിൽ നിന്നെ രാധിക ബാബു എടക്കളവൻ കോറോത്ത്. എന്റെ അച്ഛനും അമ്മേനോടും ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. നിന്നെ വിളിക്കാം. എനിക്കങ്ങനെ വീട്ടുപേരൊന്നും ഇനീഷ്യലില്ല. എന്റേത് അക്ഷയജി അശോക് എന്നാണ് അവരിട്ടത്. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോ അക്ഷയ ഗീത അശോക് എന്നാണ്. അപ്പൊ നിന്നെ ഗീതാന്ന് വിളിക്കാം. ഗീതാന്ന് വിളിച്ചാലും പേരാണല്ലോ, അല്ലാണ്ട് വീട്ടിലാണോ പറമ്പിലാണോ ആരും ചോദിക്കുന്നില്ലല്ലോ. പേരല്ലേ വിളിക്കുന്നത്. എന്നെ അക്ഷയനെ വേറെ വേറെ ആക്കി. അപ്പുറത്തെ ഇപ്പുറത്തെ 2 ബെഡ് അടിച്ചു പിരിച്ചിട്ട് കിടക്കാൻ. ഇവർക്ക് മാസ്റ്റർ ബെഡ്റൂം. ഞങ്ങൾക്ക് തിന്നാനുള്ളത് ഞങ്ങൾ തിന്നോളും കേട്ടോ. നിങ്ങൾ അപ്പുറത്ത് നിങ്ങൾക്ക് വെച്ച പോയി തിന്നാ മതി. യു നോ സംതിങ്, നമ്മുടെ പാക്കേജിൽ ഈ മിനി ബാറൊക്കെ ഇൻക്ലൂഡ് കേട്ടോ. ലെറ്റ്സ് ഗെറ്റ് റെഡി ടു റോക്ക് ഓൺ ദ വാട്ടർ തീം പാർക്ക്. ഖത്തറിൽ ഇത്രയും കാലം ഉണ്ടായിട്ട് ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല. അതിനും സായുജും രാധികയും വരേണ്ടി വന്നു. ഞങ്ങൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് വാട്ടർ തീം പാർക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അതപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരും. ഞങ്ങളിവിടെ വന്നത് അറിഞ്ഞിട്ട് ഇവിടുത്തെ മാർക്കറ്റിംഗ് കൺസൾട്ടന്റും ബാക്കിയുള്ള ആളുകളൊക്കെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ കഫേയിൽ നിന്ന് ചെറുതായിട്ടൊരു തട്ട് തട്ടി. ഇവിടുത്തെ എല്ലാ ഫുഡും ഡ്രിങ്ക്സും ആൽക്കഹോളും വാട്ടർ തീം പാർക്ക് ആക്സസും ഒക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ സ്റ്റേക്കേഷൻ വന്നിട്ട് ഞാൻ ജോലിക്ക് പോകുന്നത്. അതായത് എനിക്കിപ്പോൾ ഓൺ എയറിൽ പോകണം. അപ്പോൾ ഞാൻ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ റേഡിയോ കഴിഞ്ഞിട്ട് വേണം ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ. നിങ്ങൾ എൻജോയ് ചെയ്യും മക്കളെ. ബൈ ബൈ. ചേട്ടൻ അധ്വാനിച്ചിട്ട് വരട്ടെ. വേഗം വരാവേ. ഞാൻ റേഡിയോ ഒന്ന് തിരിച്ച് റിസോർട്ടിൽ വീണ്ടും എത്തി. ഇപ്പൊ ഡിന്നർ ടൈമാണ്. 10 മണിക്കാണ് ലാസ്റ്റ് ഓർഡർ പോലെ. അതുകൊണ്ട് പാഞ്ഞു വരിക ഇത്. റിച്ച് ആണല്ലോ. നേരത്തെ കഴിച്ച് നേരത്തെ കിടക്കണം. നിന്നെ പോലെ അല്ല ഇടാ. ഡിന്നർ എന്നൊക്കെ പറഞ്ഞാൽ അൺലിമിറ്റഡ് ബൊഫേ മെനു ആണ്. രാത്രി 10 മണിക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ രാത്രി 1 മണി വരെ വേറൊരു ബാർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്. അവിടുന്ന് ഞങ്ങളൊരു കോക്ടെയിലൊക്കെ അടിച്ചിട്ട് റൂമിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിൽ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.